പാലക്കാട് മണ്ണാർക്കാട് കണ്ടമംഗലത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി 7 കാട്ടാനകളെയാണ് ജനവാസ മേഖലയിൽ കണ്ടത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരു അത്യാവശ്യമായിട്ട് പോകുന്ന പോക്കുണ്ട്. പാലക്കാട് നിന്ന് നമ്മുടെ കാട്ടാന സ്പെഷ്യലിസ്റ്റ് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിലിനെ കണ്ടാൽ ആനയുടെ ശല്യം തുടങ്ങിയെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത്. പറയൂ. മോർണിംഗ്. ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കൂടുതലായി കാട്ടാനകൾ എത്തുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ആന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ വനത്തിൽ ഈ ജലവും അതിലെ മറ്റുപോലുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറവുണ്ടായിരിക്കണം. എന്തായാലും കോട്ടോപ്പാടത്ത് ആളുകളെ ആകെ ആശങ്കയിലാക്കി. ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കണ്ടമംഗലം ഭാഗത്തു നിന്നും മേക്കളപ്പാറയിലേക്ക് ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടതും കാൽനട യാത്രക്കാർ ഭയത്തോടെ ഓടി മാറുകയായിരുന്നു. നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇവിടെ വീടുകളുടെ അടുത്തുകൂടിയാണ് വന്യമൃഗങ്ങളുടെ സഞ്ചാരം. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന അധികാരികളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പരാതി ഇവർക്കുണ്ട്. എന്തായാലും വലിയ കൃഷിനാശം ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇത്രയധികം ആനകൾ ഒരുമിച്ചെത്തുന്ന അവ ഈ കൃഷിയിടത്തിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് ഒഴിവാക്കാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.